ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് UDF. സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് അടൂർ പ്രകാശ് MP-യെ ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിലും UDF ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരും. ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി ആരോപിക്കുന്നത്. അതേസമയം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ VD സതീശനും തയ്യാറായിട്ടില്ല. ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾ അതുപോലെ പറഞ്ഞിട്ടല്ലോ, SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ, ഹൈക്കോടതിയുടെ നിരീക്ഷണമെങ്കിലും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതെന്താ, നിയമത്തിന്റെ വഴിക്ക് പോകണം നിങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ. സ്വന്തം തടി കേടായപ്പോൾ ആ കേടായ തടിയും കൊണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റുന്നുള്ളൊരു വിഫല പരിശ്രമമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിൽ അവർക്കെതിരെ നടപടി പോലും എടുക്കാൻ ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഇത്തരം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു സത്യത്തിലെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഇത്രയും ദിവസമായിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യേണ്ടതല്ലേ. കാരണം മുഖ്യമന്ത്രി പോറ്റിയുമായിട്ട് ഇരിക്കുന്ന പടം പുറത്തു വന്നതല്ലേ. ഒരാളുമായിട്ടുള്ള പടം പുറത്തു വരുന്നതിന്റെ പേരിൽ ആളുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതൊക്കെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പെടുത്തുകൊണ്ട് രാഷ്ട്രീയമായ UDF-നെ കൂടി മോശക്കാരാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഥമമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ആരെങ്കിലും വായി തോന്നിയത് പറയുന്നതൊന്നും സത്യമല്ല, യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊക്കെ UDF കൺവീനറെല്ലാം UDF KPCCന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുമില്ലേ ഒരു കേസ് വന്നാൽ? ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, ഒരു ലീഗൽ പ്രോസസ്. PS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, സ്വർണ്ണക്കൊള്ള വിഷയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ആയുധമാക്കാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഒരു സാമ്പിളാണ് നമ്മൾ നിയമസഭാ സമ്മേളനത്തിനിടെ കണ്ടതും കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ ഇതാ UDF-ന്റെ ജാഥ തുടങ്ങി ഇതേ വിഷയം ഉയർത്തി വലിയ രീതിയിൽ പ്രചാരണം തുടങ്ങാനിരിക്കെ 2 ദിവസത്തിന് പിന്നാലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. വലിയ രീതിയിലൊരു പ്രതിരോധം തീർക്കാൻ കഴിയുമോ ഇതിൽ UDF-ന്? വിനിത, ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശ് എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തുറുപ്പുചിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം LDF ഏറ്റവും കൂടുതൽ അപമാനിതരായത് സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ഒരൊറ്റ പാരഡി പാട്ടിലായിരുന്നു. അപ്പോൾ അതിലേറെ അപമാനം അവർക്ക് മറ്റൊരു വിമർശനത്തിലും ഉണ്ടായിട്ടില്ല. അതിനൊരു മറുപടി പറയാൻ കിട്ടിയൊരു അവസരമായിട്ടാണ് അടൂർ പ്രകാശിന്റെ ഒപ്പം പോറ്റി നിൽക്കുന്ന ഫോട്ടോയെ അവർ ഉപയോഗപ്പെടുത്തിയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതോടുകൂടി സ്വർണ്ണക്കൊള്ള കേസിൽ LDF-ന്റെ നേതാക്കന്മാർക്ക് ഉയർത്തുന്ന ആരോപണങ്ങൾ UDF-നും ബാധകമാണ് എന്നും അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ LDF-ന് ആരോപിക്കാൻ എളുപ്പമായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പുതുയുഗയാത്ര എന്ന പേരിൽ VD സതീശൻ യാത്ര ആരംഭിക്കുമ്പോൾ UDF പ്രതിരോധത്തിലായി എന്ന കാര്യം ഉറപ്പാണ്. കാരണം UDF-നെ സംബന്ധിച്ച് അവർക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അവർക്ക് ഏകപക്ഷീയമായി LDF-നെ ആക്രമിക്കാൻ കിട്ടിയൊരു ആയുധമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള കേസ്. അതിപ്പോൾ ഏകപക്ഷീയമായി ഉയർത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, അടൂർ പ്രകാശും SIT അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നതോടുകൂടി UDF-ഉം ഈ സ്വർണ്ണക്കൊള്ളയിൽ മറുപടി പറയേണ്ട പ്രതിരോധത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി LDF-നെതിരെ സ്വർണ്ണക്കൊള്ള ഉയർത്തുമ്പോൾ അപ്പോൾ അടൂർ പ്രകാശോ എന്നൊരു ചോദ്യം മറുപക്ഷത്ത് ഉയരും എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇനി ആ ആയുധം എടുത്ത് പ്രയോഗിക്കുമ്പോൾ UDF ഒന്ന് അങ്കലാപ്പിലാകും, അല്ലെങ്കിൽ UDF ഒന്ന് ശങ്കിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമാണ് LDF ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ VD സതീശൻ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ യാത്രയുടെ മാറ്റു കുറയ്ക്കുന്നതാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചാൽ ആ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന കേരള യാത്രയുടെ പകിട്ട് കുറയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റെല്ലാ നേതാക്കന്മാരും അടൂർ പ്രകാശിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ഇക്കാര്യത്തിൽ UDF ചില വിശദീകരണങ്ങൾ നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. UDF-ഉം പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. LDF-ഉം അത്രമാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ LDF-നെതിരെ ഏകപക്ഷീയമായ ആക്രമിക്കാൻ വേണ്ടി UDF കരുതി വെച്ചിരുന്ന ഒരു ആയുധം എന്ന രീതിയിൽ തന്നെയാണ് സ്വർണ്ണക്കൊള്ള കേസിനെ കണ്ടിരുന്നത്. ആ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ മറുപടി പറയേണ്ട പ്രതിരോധ സ്ഥാനത്തേക്ക് UDF-ഉം മാറുന്നു. അടൂർ പ്രകാശും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യമുനയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മറുപടി പറയേണ്ടത് അടൂർ പ്രകാശ് മാത്രമാണ്.
മാത്രമായിരിക്കില്ല, UDF-ന്റെ കൺവീനറാണ് ചോദ്യമുനയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടത് UDF കൂടിയായിരിക്കും. ഇനി ഏതായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി അടൂർ പ്രകാശിനെ കൂടി കളങ്കിതനാക്കാനുള്ള സർക്കാരിന്റെ നീക്കമായിട്ടാണ്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.